പ്രിയ ജ്യോതിഷ സുഹൃത്തുക്കളെ, നമുക്കിന്ന് രോഗപ്രശ്നം എങ്ങനെ നടത്താം എന്നതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. ആദ്യമേ തന്നെ നമ്മുടെ മുമ്പിൽ വരുന്ന പ്രശ്നകൻ്റെ, അതായത് വരുന്ന ആളുടെ റിലേറ്റീവോ ആളോ ഏതെങ്കിലും രോഗാവസ്ഥയിലായിരിക്കും. കൂടുതലായിട്ടും നമ്മുടെ അടുത്ത് വരുന്നത് ICUയിൽ കിടക്കുന്ന ആൾക്കാർക്ക് എന്താണ് വഴിപാട് ചെയ്യേണ്ടത് എന്നതാണ് ആദ്യമേ വിളിച്ചു ചോദിക്കുക. ഒന്നെങ്കിൽ ശാന്തിയോടോ അതല്ലെങ്കിൽ ജ്യോതിഷിയോടോ ഒക്കെ വിളിച്ചു ചോദിക്കുന്ന മുഖ്യ ചോദ്യം അതായിരിക്കും. അപ്പോൾ അദ്ദേഹത്തിന് ആയുസ് ഉണ്ടോ ഇല്ലയോ എന്നതാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. അതിന് നമ്മൾ കൃഷ്ണീയത്തിലെ 13-ാം അധ്യായത്തിലെ 1-2 ശ്ലോകങ്ങളാണ് ഇവിടെ ചിന്തിക്കുന്നത്. ദ്രേക്കാണം കൊണ്ടും ലഗ്നം കൊണ്ടുമാണ് നമ്മൾ ഇത് ഇന്നത്തെ ഈ ശ്ലോകത്തിലൂടെ ചിന്തിക്കാൻ പോകുന്നത്. ദ്രേക്കാണങ്ങൾ രാശിയുടെ 1/3 ഭാഗമാണ് എന്ന് പറഞ്ഞല്ലോ. ലഗ്നം നിൽക്കുന്നത് സർപ്പവേഷ്ടിതമായ ദ്രേക്കാണങ്ങൾ, അതുപോലെ തന്നെ കഴുകൻ, പന്നി, വാനരൻ, കുറുതരി മുതലായവയുടെ മുഖത്തോട് സാദൃശ്യമുള്ള മുഖത്തോടു കൂടിയ ദ്രേക്കാണങ്ങളാവുക, ദണ്ഡ്, പാശം, രജ്ജു എന്നിവ ധരിച്ച ദ്രേക്കാണങ്ങളാകുക. ഇങ്ങനെ ലഗ്നം നിൽക്കുന്ന ദ്രേക്കാണങ്ങൾക്ക് ഇത്യാദി രൂപങ്ങളുണ്ടെങ്കിൽ അത് നോക്കണം. അവയ്ക്ക്, അതായത് ആ ലഗ്നത്തിന് പാപഗ്രഹങ്ങളുടെ യോഗദൃഷ്ട്യാദികൾ ഉണ്ടായിരിക്കുക, കൂടാതെ ക്ഷീണചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുകയും ചെയ്യുക. ഇത്രയും 3 കൂട്ടം കാര്യങ്ങളുണ്ടായാൽ ആ രോഗി മരിക്കും എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാം. അടുത്തത് രാശി കൊണ്ട് ചിന്തിക്കുക. പൃഷ്ഠോദയ രാശി ലഗ്നമായിരിക്കുകയും ക്രൂരഗ്രഹങ്ങൾ 1, 4, 7, 10 എന്നീ ഭാവങ്ങളിൽ നിൽക്കുകയും ചന്ദ്രൻ അഷ്ടമത്തിൽ നിൽക്കുകയും ചെയ്താൽ രോഗനിമിത്തം പുരുഷൻ മരിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് പറയണം. കേന്ദ്രത്തിൽ ശുഭഗ്രഹങ്ങൾ ഒന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇത് പറയാം. അപ്പോൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ ഈ 2 യോഗഫലങ്ങളാണ് ഇപ്പോൾ പറഞ്ഞത്. അത് നമ്മൾ മുഖ്യമായിട്ടും ചിന്തിക്കേണ്ട കാര്യമാണ്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് രോഗ ആരംഭവും അവസാനവും അതിൻ്റെ ലക്ഷണങ്ങളെക്കുറിച്ചാണ്. അശുഭഗ്രഹങ്ങൾ എത്രാമത്തെ രാശിയിൽ നിന്നുകൊണ്ടാണോ രോഗസൂത്രത്തിൽ സ്ഥിതി ചെയ്യുന്ന ക്രൂരഗ്രഹത്തെ വീക്ഷിക്കുന്നത്, അത്രാമത്തെ ദിവസത്തിൽ രോഗം തുടങ്ങി എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാം. ആ ഗ്രഹത്തിന് സൗമ്യന്മാരുടെ വീക്ഷണം എത്രാമത്തെ ദിവസം ഉണ്ടാകുമോ ആ ദിവസം രോഗം സുഖപ്പെടും എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് രോഗസൂത്രം എങ്ങനെയാണ് കണ്ടെത്തുന്നത് അറിയത്തില്ലെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഇത്യാദി കാര്യങ്ങൾക്കൊക്കെ പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചാൽ ഉത്തമമായിരിക്കും. മറ്റൊരു രീതിയിലും 4-ാമത്തെ ശ്ലോകത്തിൽ പറയുന്നുണ്ട്, ചന്ദ്രൻ ലഗ്നത്തിൽ നിന്നും എത്രാമത്തെ രാശിയിൽ നിൽക്കുന്നുവോ അത്രാമത്തെ ദിവസത്തിൽ രോഗം തുടങ്ങും. എത്രാമത്തെ ദിവസം ചന്ദ്രനെ സൗമ്യഗ്രഹങ്ങൾ വീക്ഷിക്കുന്നുവോ അത്രാമത്തെ ദിവസം സുഖപ്പെടും എന്ന് നമുക്ക് പറയാം. ചന്ദ്രൻ ഉദിച്ച രാശി നക്ഷത്രത്തിൽ നിന്ന് തുടങ്ങി ചന്ദ്രൻ എത്രാമത്തെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ക്രൂരഗ്രഹത്തിൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടാകുന്നുവോ ആ നക്ഷത്രത്തിൽ രോഗമുണ്ടാകുമെന്നും, ലഗ്നത്തിൽ ഉദിക്കുന്ന നക്ഷത്രം മുതൽക്ക് എത്രാമത്തെ നക്ഷത്രത്തിൽ നിൽക്കുമ്പോൾ ചന്ദ്രന് ശുഭഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടാകുന്നുവോ ആ നക്ഷത്രത്തിൽ ചന്ദ്രനെത്തുമ്പോൾ രോഗിക്ക് സുഖം കിട്ടും എന്ന് പറയണം. ഇത് കേട്ട് മനസ്സിലാകുമോ എന്നെനിക്കറിയില്ല. എങ്കിലും ജ്യോതിഷം ഇങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് ഇത് എളുപ്പമാണ്, മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കാം. വളരെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. നമ്മൾ അതിനുവേണ്ടി ഉദാഹരണ സഹിതമായിട്ടുള്ള വീഡിയോ നിർമ്മിച്ചിട്ടുണ്ട്. ആവശ്യക്കാർ പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ ഇട്ട് തന്നേക്കാം കേട്ടോ. അതുപോലെ തന്നെയാണ് ഈ രോഗം സാധ്യമാകുമോ അസാധ്യമാകുമോ എന്നാണ്, അല്ലെങ്കിൽ രോഗം മാറുമോ അല്ലെങ്കിൽ നിലനിൽക്കുമോ, ദീർഘ രോഗമാണോ എന്നൊക്കെ നമുക്ക് പറയുന്ന ലക്ഷണമാണ് ഇനി പറയുന്നത്. ലഗ്നത്തിൽ നിന്ന് 6-ാമത്തെയും 8-ാമത്തെയും രാശികളിൽ ക്രൂരഗ്രഹങ്ങളുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ രോഗി രോഗം മാറി എഴുന്നേൽക്കുകയില്ല. ഇവയിൽ ഒന്നിൽ പാവനും മറ്റൊന്നിൽ സൗമ്യനുമാണ് നിൽക്കുന്നെങ്കിൽ രോഗം മാറ്റാൻ കഴിയും. തത്സമയം അതേ സമയത്ത് തന്നെ 9-ാം രാശി ശുഭക്ഷേത്രമായിരിക്കുകയോ ശുഭൻ്റെ ദൃഷ്ടിയോ യോഗമോ ഉണ്ടായിരിക്കുകയോ ചെയ്താൽ ചികിത്സ കൊണ്ട് രോഗം ശമിക്കും. മറിച്ച് 9-ാം രാശി അശുഭക്ഷേത്രമോ അശുഭൻ്റെ ദൃഷ്ടി യോഗമോ ഉള്ളതോ ആയിരുന്നാൽ
ചികിത്സ കൊണ്ട് ഒരു ഗുണവുമില്ല. സ്ഥിരരാശിയാണ് ഉദിക്കുന്നതെങ്കിൽ രോഗം മാറുകയില്ല എന്ന് തീർത്ത് പറയാം. അതുപോലെ തന്നെ ലഗ്നം ചരരാശിയാണെങ്കിൽ രോഗം ശമിക്കും. ഉഭയരാശിയാണെങ്കിലും നമുക്ക് രോഗം ഭേദമാക്കാം. 6-ലോ 8-ലോ ശുഭന്മാരുടെ യോഗമോ ദൃഷ്ടിയോ ഉണ്ടെങ്കിൽ ചികിത്സ കൊണ്ട്, അതായത് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ചികിത്സ കൊണ്ട് രോഗം മാറും. അവിടെ അശുഭഗ്രഹമാണെങ്കിൽ ഫലം വിപരീതമായിരിക്കും. 6-ലും 8-ലും ശുഭന്മാരുടെ ദൃഷ്ടിയോഗമുണ്ടെങ്കിൽ രോഗം തന്നെ ഇല്ലെന്നും നമുക്ക് പറയാൻ പറ്റും. വെറുതെ ആശുപത്രി പിടിച്ച് കിടത്തിയേക്കുവാണെന്നും നമുക്ക് ചിന്തിക്കാം. ഇതൊക്കെയാണ് രോഗപ്രശ്നത്തിൽ നമ്മൾ മുഖ്യമായിട്ടും ഉപയോഗിക്കേണ്ട നിയമങ്ങൾ. എന്തെങ്കിലും സംശയമൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ പേഴ്സണലായിട്ട് ബന്ധപ്പെടാം. അതല്ലാത്ത പക്ഷം കമൻറ്റിൽ ചോദിക്കാം. ഏതായാലും ശരി, എല്ലാവർക്കും എല്ലാവിധ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു.